Good evening, my dear students. The last class we studied about the extension of the Indus Valley civilization and period of this civilization. Today we will discuss about the major sites of the Indus Valley civilization and the present countries in which they are situated. പ്രധാനപ്പെട്ട സിന്ധുവിടെ സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ഇന്ന് ആ കേന്ദ്രങ്ങൾ ഏതെല്ലാം രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ദ മേജർ സൈറ്റ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ദ പ്രസന്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. പേജ് നമ്പർ 25 നോക്കുക. ഈ 25-നകത്ത് ഒരു 10 പ്രദേശങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. സിന്ധുവിടെ സംസ്കാര കേന്ദ്രങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. ഹാരപ്പ, മോഹൻജദാരോ, സുത്കാജന്തോർ, അലങ്കിർപൂർ, ബനാവലി, കാലിബംഗാൻ, ലോഥൽ, ധോളാവീര, റംഗ്പൂർ ആൻഡ് ഷോട്ടുഗായ്. ദീസ് വെയർ ദ മേജർ സൈറ്റ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധുവിടെ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ഞാൻ വായിച്ച ഈ 10 പ്രദേശങ്ങൾ. ഒന്നുകൂടി വായിക്കാം. ഹാരപ്പ, മോഹൻജദാരോ, സുത്കാജന്തോർ, അലങ്കിർപൂർ, ബനാവലി, കാലിബംഗാൻ, ലോഥൽ, ധോളാവീര, റംഗ്പൂർ ആൻഡ് ഷോട്ടുഗായ് വെയർ ദി മേജർ സൈറ്റ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ 10 പ്രദേശങ്ങളാണ് സിന്ധുവിടെ സംസ്കാരം വ്യാപിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ദ പ്രസന്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ സിന്ധുവിടെ സംസ്കാര കേന്ദ്രങ്ങൾ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക എന്നാണ്. ഹാരപ്പ, മോഹൻജദാരോ ആൻഡ് സുത്കാജന്തോർ. ഹാരപ്പ, മോഹൻജദാരോ ആൻഡ് സുത്കാജന്തോർ ആർ നൗ ഇൻ പാകിസ്ഥാൻ. അതായത് ഹാരപ്പയും മോഹൻജദാരോയും സുത്കാജന്തറും നമുക്കിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്താണ് കാണാനായിട്ട് സാധിക്കുക. അത് നമ്മൾ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ അത് കൃത്യമായിട്ടും എഴുതുക. നെക്സ്റ്റ്, അലങ്കിർപൂർ, ബനാവലി, കാലിബംഗാൻ, ലോഥൽ, ധോളാവീര ആൻഡ് റംഗ്പൂർ. അലങ്കിർപൂർ, ബനാവലി, കാലിബംഗാൻ, ലോഥൽ, ധോളാവീര, റംഗ്പൂർ ആർ നൗ വി ക്യാൻ സീ ഇൻ ഇന്ത്യ. നമുക്കത് ഇന്ത്യയിലാണ് കാണാനായിട്ട് സാധിക്കില്ല. ഈ പ്രദേശങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഹാരപ്പ, മോഹൻജദാരോ, സുത്കാജന്തോർ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് പാകിസ്ഥാനിലും, അലങ്കിർപൂർ, ബനാവലി, കാലിബംഗാൻ, ലോഥൽ, ധോളാവീര, റംഗ്പൂർ എന്നീ പ്രദേശങ്ങളെ ഇന്ത്യയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നൗ ഷോട്ടുഗായ്. ഷോട്ടുഗായ് എന്ന പ്രദേശം സിന്ധുവിടെ സംസ്കാര കേന്ദ്രമായിരുന്നു ഷോട്ടുഗായ്. ഷോട്ടുഗായ് ഈസ് നൗ വി ക്യാൻ സീ ഇൻ അഫ്ഗാനിസ്ഥാൻ. ഈ പ്രദേശത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടും നോട്ട്ബുക്കിലേക്ക് പകർത്തണം. പ്രധാനപ്പെട്ട സിന്ധുവിടെ സംസ്കാര കേന്ദ്രങ്ങളും അത് ഉൾപ്പെടുന്ന രാജ്യങ്ങളും. ദ മേജർ സൈറ്റ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ദ പ്രസന്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. അത് ആ കോളം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ അതേപോലെ എഴുതുക. ഹാരപ്പ എന്ന് എഴുതിയിട്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യ എന്ന് ചേർക്കണം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റീസ്. പ്രധാനപ്പെട്ട സിന്ധുവിടെ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ്. ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക. 2-3 പ്രാവശ്യമെങ്കിലും ഇത് കാണാതെ നിങ്ങൾ എഴുതി പഠിക്കണം. അതാണ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ നഗരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്. ദ കീ ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ബേൺഡ് ബ്രിക്സ്. ദ യൂസ് ഓഫ് ബേൺഡ് ബ്രിക്സ്. എന്താ ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ? ചുട്ടെടുത്ത ഇഷ്ടിക എന്നാണ്. ദ യൂസ് ഓഫ് ദി ബേൺഡ് ബ്രിക്സ് വാസ് ദി കീ ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ദ യൂസ് ഓഫ് ബേൺഡ് ബ്രിക്സ്. ചുട്ടെടുത്ത ഇഷ്ടികയുടെ ഉപയോഗമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ആൾ ബിൽഡിംഗ്സ് വെയർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. സിന്ധുവിടെ സംസ്കാര കാലത്തെ അല്ലെങ്കിൽ ഹാരപ്പൻ നഗരങ്ങളുടെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നത് എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ചുട്ടെടുത്ത ഇഷ്ടിക ഉപയോഗിച്ചാണ്. അപ്പോ ദ കീ ഫീച്ചർ ഓഫ് ദി Harappan cities was the use of burnt bricks. All the buildings were built of burnt bricks. Okay. The cities of Harappa, Mohenjo-daro and Lothal also had 2 parts. The major cities
where Harappa, Mohenjo-daro and Lothal. The Harappan cities like Harappa, Mohenjo-daro, Lothal all had two parts. ഈ മൂന്ന് നഗരങ്ങൾക്കും two parts ഉണ്ടായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. Okay? For the key feature, what was the key feature of the Harappan cities? The key feature of the Harappan cities was the use of burnt bricks. All the buildings were built of burnt bricks. The cities of Harappa, Mohenjo-daro and Lothal also had two parts. Okay? Parts of the Harappan cities. നമ്മൾ പറഞ്ഞ എല്ലാ സിറ്റികൾക്കും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പൻ നഗരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. The part of the city to the west was higher. The western part of Harappan cities was higher. ഹാരപ്പൻ സിറ്റിയുടെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്ന ഹയർ ആയിരുന്നു. ഹയർ മീൻസ് ഉയർന്നത്. ഹാരപ്പൻ നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം ഉയർന്നതായിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത് ഭരണാധികാരികളായിരുന്നു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു ഈ ഹയർ പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ പാർട്ട് ഉപയോഗിച്ചിരുന്നത്. ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് വാസ് ഹയർ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അല്ലെ, ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത് ഭരണാധികാരികൾ ആയിരുന്നു. ദ റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ്. ദ റൂയിൻസ് മീൻസ് റിമൈൻസ് എന്നാണ്, അവശിഷ്ടങ്ങൾ എന്നാണ്. ദ റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ് പ്രോബ്ലി ആൻ അസംബ്ലി ഹാൾ വെയർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. അല്ലെ, ഒരു അസംബ്ലി ഹാൾ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അസംബ്ലി ഹാൾ എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ബിൽഡിംഗിന്റെ അവശിഷ്ടം ഇവിടെ നിന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി? ഇവിടെ നിന്നാണ് ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. ഇറ്റ് വാസ് ഹയർ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അല്ലെ, ദ റിമൈൻസ് ഓർ ദി റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ് ഓഫ് ആൻ അസംബ്ലി ഹാൾ വെയർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഒരു അസംബ്ലി ഹാളം തോന്നിക്കുന്ന ഒരു ബിൽഡിംഗിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. ദി അതർ പാർട്ട് ഓഫ് ദി സിറ്റീസ് ഓഫ് ദി ഈസ്റ്റ് വാസ് ലോവർ. ഇനി കിഴക്കൻ ഭാഗത്തുള്ള ഹാരപ്പൻ നഗരത്തിന്റെ കിഴക്കൻ ഭാഗം എന്ന് പറയുന്നത് നഗരങ്ങളുടെ കിഴക്കൻ ഭാഗം എന്ന് പറയുന്നത് ലോവർ ആയിരുന്നു. ലോവർ മീൻസ് താഴ്ന്ന പ്രദേശം ആയിരുന്നു. ആൻഡ് വാസ് ദി ഇൻഹാബിറ്റഡ് ബൈ ദ കോമൺ പീപ്പിൾ. അല്ലെ, ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി കോമൺ പീപ്പിൾ. അല്ലെ, ഇറ്റ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ. അവിടെ താമസിച്ചിരുന്നത് സാധാരണക്കാരായ ആളുകൾ ആയിരുന്നു. അപ്പോ ദി വെസ്റ്റേൺ പാർട്ട് വാസ് ഹയർ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആൻഡ് ഈസ്റ്റേൺ പാർട്ട് വാസ് ലോവർ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി കോമണേഴ്സ്. അല്ലെ, കോമൺ പീപ്പിൾ, സാധാരണക്കാരാണ് ഉപയോഗിച്ചിരുന്നത്. ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിംഗ്സ് ഓഫ് ദി ഹൗസസ് വെയർ അൺഎർത്ത്ഡ് ഫ്രം ഹിയർ. ദാറ്റ് മീൻസ് ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിംഗ്സ് വെയർ ഡിസ്കവേർഡ് ഫ്രം ദെയർ. അവിടെ നിന്നും ധാരാളം കെട്ടിടങ്ങളുടെ, ചെറിയ ചെറിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയും ദ കീ ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ബേൺഡ് ബ്രിക്സ്. All the buildings were built of the burnt bricks. The cities of Harappa, Mohenjo-daro and Lothal had two parts. The eastern part of the Harappan cities was lower. It was used by the common people, and the remains of many buildings were discovered from there. And the western part of the Harappan cities was higher. It was used by administrators, and the remains of or the ruins of a big building of an assembly hall were discovered from there. Then houses were built along both sides of the planned streets. The houses, Harappan സിറ്റികളിലെ വീടുകളെല്ലാം നിർമ്മിച്ചിരുന്നത് were built along both sides of the planned cities. നന്നായി ആസൂത്രണം ചെയ്ത സ്ട്രീറ്റ്സ്, പ്ലാൻഡ് സ്ട്രീറ്റ്സ് ആണ്. അതായത് ആസൂത്രണം ചെയ്ത തെരുവുകളുടെ ഇരുവശങ്ങളിലുമാണ് ഹൗസസ് എല്ലാം ബിൽറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ദ ഹൗസസ് വെയർ ബിൽറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദി പ്ലാൻഡ് സ്ട്രീറ്റ്സ്. പ്ലാൻഡ് സ്ട്രീറ്റ്സിന്റെ ബോത്ത് സൈഡ്സ്, ഇരുവശങ്ങളിലുമാണ് ഹൗസസ് എല്ലാം ബിൽഡ് ചെയ്തിരുന്നത്. ദേ വെയർ ഓഫ് വേരിങ് സ്ട്രക്ചർ. ദേ വെയർ ഡിഫറന്റ് സ്ട്രക്ചർ. ഈ വീടുകളെല്ലാം ഒരേ തരത്തിലുള്ളതായിരുന്നില്ല, ഡിഫറന്റ് സ്ട്രക്ചർ ആയിരുന്നു, അതിന്റെ വ്യത്യസ്ത ഘടനയിൽ ഉള്ളതായിരുന്നു. സം ഹൗസസ് ആർ ഓൺലി വൺ റൂം. ചില വീടുകൾക്ക് ഒരേ ഒരു മുറി മാത്രമേ ഉള്ളൂ, ഒറ്റ മുറി വീടുകൾ. ചില വീടുകൾ ഒറ്റ മുറികൾ ഉള്ളവയായിരുന്നു. വേറാസ് അതേഴ്സ് ഹാഡ് മോർ റൂംസ്, എ കോർട്ട്യാർഡ് ആൻഡ് എ വെൽ. മറ്റ് ചില വീടുകളാകട്ടെ എന്താണ്, വേറാസ് അതേഴ്സ് ഹാഡ് മോർ റൂംസ്, നിരവധി റൂമുകൾ ഉള്ളവയും, എ കോർട്ട്യാർഡ് മുറ്റമുണ്ട്, അതുപോലെ തന്നെ എ വെൽ മുറ്റവും കിണറും ഒന്നിൽ കൂടുതൽ മുറികളുമുള്ള വീടുകളും ഉണ്ടായിരുന്നു. എവരി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്.
എല്ലാ ഹൗസസിനും, എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങൾ അഥവാ ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു പ്ലാൻഡ് സ്റ്റേറ്റ്സിന്റെ ബോത്ത് സൈഡ്സിലായിട്ടാണ് ഇവിടെ എന്താണ് ഹൗസസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിരുന്നത്. പിന്നെ പറഞ്ഞു ഈ ഹൗസസിന്റെ സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ. ചില വീടുകൾ സം ഹൗസസ് ആണ് ഓൺലി വൺ റൂം, ചില വീടുകൾക്ക് ഒരേ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വേറാസ് അതർ ഓൺ ദി അതർ ഹാൻഡ്, അല്ലെങ്കിൽ മറ്റൊരു വശം നമ്മൾ പരിശോധിച്ചാൽ എന്താണ് സം അതർ ഹൗസസ് കാർഡ് മോർ റൂംസ്, കോർട്ട് യാർഡ് ആൻഡ് എ വെൽ. എവറി ഹൗസ് കാർഡ് ടോയ്ലറ്റ്, എല്ലാ വീടുകൾക്കും ടോയ്ലറ്റ് സംവിധാനവും ഉണ്ടായിരുന്നു. The other feature of the Indus cities was or the Harappan cities was the drainage system. What do you mean by drainage? അഴുക്കുചാൽ, ഓട എന്നൊക്കെ നമ്മൾ പറയും. സിന്ധുയുടെ സംസ്കാര കാലത്തെ നഗരങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഡ്രൈനേജ് സിസ്റ്റം ആയിരുന്നു, അഴുക്കുചാൽ സംവിധാനമായിരുന്നു. The waste water from the houses was let out into the drains. The waste water ഓഫ് ദി ഹൗസ്, വീടുകളിൽ നിന്നുള്ള മലിനജലമെല്ലാം ഡ്രെയിൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഒഴുക്കി വിട്ടിരുന്നു, അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്തിരുന്നു ഇൻ ടു ദ ഡ്രെയിൻസ്. ഈ അഴുക്കുചാലുകളിലൂടെയാണ് ഒഴുക്കി വിട്ടിരുന്നത്. എല്ലാ വീടുകൾക്കും ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നുള്ള മലിനജലം ഈ വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രെയിൻസ്. ദീസ് ഡ്രെയിൻസ് വെയർ കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിൻസ് ഓഫ് ദി സ്ട്രീറ്റ്. നമ്മൾ പറഞ്ഞു പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റിന്റെ ബോത്ത് സൈഡ്സിലാണ് വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഈ വീടുകൾക്കെല്ലാം ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, വേസ്റ്റ് വാട്ടർ ഡ്രെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും ഒഴുകിക്കൊണ്ടുവരുന്ന മലിനജലം ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നു? ദീസ് ഡ്രെയിൻസ് ആർ കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിൻ ഓഫ് ദ സ്ട്രീറ്റ്. തെരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴുക്കുചാലുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിരുന്നു. ദ ഡ്രെയിൻസ് വെയർ ബിൽറ്റ് ഓഫ് ദി ബേൺഡ് ബ്രിക്സ്. ഈ അഴുക്കുചാലുകളെല്ലാം നിർമ്മിച്ചിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടിക ഉപയോഗിച്ച് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. ഈ ഡ്രെയിനേജുകളെല്ലാം, ഈ ഓടകളെല്ലാം ഇറ്റ് വാസ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്, കല്ലുകൊണ്ടുണ്ടാക്കിയ സ്ലാബുകൾ ഉപയോഗിച്ച് ഇതെല്ലാം കവർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം മൂടിയിരുന്നു. എഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റം എക്സിസ്റ്റഡ് ഈവൻ ഇൻ എ സ്മാൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. വളരെ പ്രധാനപ്പെട്ട ഈ അഴുക്കുചാൽ സംവിധാനം ചെറിയ ഗ്രാമങ്ങൾ മുതൽ വലിയ നഗരങ്ങൾക്ക് വരെ എഫക്റ്റീവായിട്ട്, ഫലപ്രദമായിട്ട് ഇവർ നടപ്പിലാക്കിയിരുന്നു. ദെൻ ഇൻ മോഹൻജദാരോ എ ഗ്രേറ്റ് ടാങ്ക് കാൾഡ് ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ്. ഇനി മോഹൻജദാരോ എന്ന ആ സിറ്റിയിൽ നിന്നും ഒരു ഗ്രേറ്റ് ബാത്ത്, എ ഗ്രേറ്റ് ടാങ്ക്, ഒരു വലിയ കുളം, ഇറ്റ് വാസ് നോൺ ആസ് ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന ഒരു വലിയ കുളത്തിന്റെ റിമൈൻസ് മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓഫ് ദാറ്റ് പീരിയഡ്. ആ കാലഘട്ടത്തിലെ പീപ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്കില്ല്, ശില്പകലാ വൈദഗ്ധ്യത്തെ വിളിച്ചോതുന്ന ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഒരിക്കലും മറന്നുപോരുത്. വെയർ വി ക്യാൻ സീ ദി ഗ്രേറ്റ് ബാത്ത്, എവിടെയാണ് നമുക്ക് ഗ്രേറ്റ് ബാത്ത് കാണാൻ കഴിയുക എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ആയിട്ട് പറയുന്നത് മോഹൻജദാരോ ആണ്. മോഹൻജദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ബിൽറ്റ് എൻറ്റയർലി വിത്ത് ബേൺഡ് ബ്രിക്സ്. ഇതും എന്താണ്, പൂർണ്ണമായിട്ടും ബിൽഡ് വിത്ത് ബേൺഡ് ബ്രിക്സ്. ബിൽറ്റ് വിത്ത് ബേൺഡ് ബ്രിക്സ്, അതായത് ചുട്ടെടുത്ത ഇഷ്ടിക ഉപയോഗിച്ചാണ് ഈ ഗ്രേറ്റ് ബാത്തും നിർമ്മിച്ചിരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചോദിച്ചാൽ, ഹാരപ്പൻ സിറ്റീസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കുക. നന്നായിട്ട് ഓർമ്മിച്ച ശേഷം ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഏറ്റവും നന്നായിട്ട് ഈ ഇൻഡസ് വാലി സെക്ഷനിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട പാർട്ട് ഇതാണ്, ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. താങ്ക് യു.